എല്ലാവരും സ്വീകരിക്കട്ടെ. നമ്മളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആഖിബത്ത് നന്നാവുക, അതാണ് നമുക്ക് വേണ്ടത്. ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എത്രയോ സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, പഴയ കാലഘട്ടത്തിലുള്ള ഉമ്മമാരും ഉപ്പമാര് അവര് സ്വതക്ക നൽകുമ്പോൾ അവരുടെ ആകെയുള്ള നിയ്യത്ത് എന്താ? സാധുമാരുടെ കൈക്ക് പിടിച്ചും പറയുന്നത് തന്നെയാണ് ആഖിബത്ത് നന്നാവുക. അത് തന്നെയാണ് വേണ്ടത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞില്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കണത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊണ്ടുവന്ന് തള്ളി. അവസാനം അവിടെ നിന്ന് പടച്ച റബ്ബ് ബഹുമാനുഭാവനെ സ്വപ്നവ്യാഖ്യാനം അറിയാവുന്നതിലൂടെ പടച്ച റബ്ബ് കൊണ്ടുവന്ന് എത്തിച്ചത് എവിടെയാ? ഈജിപ്തിന്റെ ധനകാര്യ മന്ത്രിയായി മഹാനുഭാവനെ കൊണ്ടുവന്നു. ഈജിപ്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മഹാനുഭാവനെ ചുമതലപ്പെടുത്തി. അവിടെ വെച്ച് അവസാന സൂറത്ത് യൂസുഫിന്റെ അവസാനം അല്ലാഹു ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ എന്തായിരുന്നു അത് പറയുന്നു. പഠിക്കണം നമ്മൾ. അതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. ആര് പഠിക്കുന്നു? ഖുർആൻ ഓതുന്ന മക്കളില്ലല്ലോ നമുക്ക്. ഖുർആൻ ഖത്തം തീർക്കുന്ന മക്കളുണ്ടോ? അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കുമാറാവട്ടെ. ആബിദീങ്ങളും ഹാഫിദീങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ്. അങ്ങോട്ട് തിരിച്ചു വെച്ചു. ഇവർക്കൊക്കെ എല്ലാവരും കാണാൻ വേണ്ടി ഒരു ഫ്രണ്ടിൽ വന്നിരിക്കല്ലോ, അവരൊക്കെ ഒന്ന് കാണട്ടെ. വീട്ടുകാർ ഇവിടെ ഉണ്ടെന്ന്, നമ്മുടെ മക്കളുണ്ടോന്ന് നോക്ക്. സ്ത്രീകൾ നോക്കിക്കോളെ, മൂത്തവൻ ഇവിടെ വന്നിട്ടുണ്ടോ, അവൻ ഇവിടെ തന്നെ ഉണ്ടോ, അതാ റോഡിൽ നിന്ന് സിഗരറ്റ് വലിക്കണോ നോക്കും. എല്ലാവരും മുഖം കാണിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനാണ് നമ്മൾ ഖാദറിനെ ഇവിടെ ഇറക്കിയത്. അല്ലാഹു ഖാദറിനും കുടുംബത്തിനും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്റെ ഉമ്മ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉപ്പ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പഴയ സ്നേഹിതനാണ്, 7 കൊല്ലം മുമ്പേ ബന്ധമുള്ളവരാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, സൂറത്ത് യൂസുഫിന്റെ അവസാനം ദുആ എന്നെ ചെയ്യണം. ഞാൻ ഈ ബക്കത്തില് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പറയാണ്, നമ്മൾക്ക് എന്ത് നിയ്യത്ത് ചെയ്യണം? ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. ഈജിപ്തിന്റെ ചെങ്കോൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ കയ്യിലേക്ക് നൽകി? പൊട്ടക്കിണറ്റിലേക്ക് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവനും നിമിത്തം വലിച്ചെറിയപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് ഇപ്പോ ആ ചെങ്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം എനിക്ക് നൽകേണ്ടത് ഈ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എനിക്ക് സഹായിയായിട്ടുള്ളത്. പൊട്ടക്കിണറ്റിലേക്ക് എന്റെ സഹോദരങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് സഹായിച്ചതാകുന്ന അല്ലാഹ് എനിക്കാകെ സഹായിയായിട്ട് നീയാണുള്ളത്. ഞാൻ ചെയ്യാത്തതാകുന്ന കാര്യം എന്നിൽ അമതിച്ചേൽപ്പിച്ചുകൊണ്ട് ജയിലിലേക്ക് എന്നെ അടച്ചപ്പോഴും എനിക്ക് സഹായിയായുള്ളത് നീ മാത്രമാണ് അല്ലാഹ്. അവസാനം എന്നെ ഈജിപ്തിന്റെ ഭരണാധികാര സ്ഥിരാ കേന്ദ്രത്തിലേക്ക്, ഈജിപ്തിന്റെ ചെങ്കോല് കൈകളിലേക്ക് എന്തുന്ന നിലയിലേക്ക് എന്നെ നീ എത്തിച്ചല്ലപ്പെടേ, എനിക്കൊന്നു മാത്രമാണ് നിന്നോട് ചോദിക്കാനുള്ളത്. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായ മുഅ്മിനായി ഈമാനുള്ളവനായി ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാഹ്. വിശ്രമം ചെയ്യുന്നതാകുന്ന ഔലിയാക്കളില്ലയോ, അമ്പിയാക്കളില്ലയോ, മഹത്തുക്കളില്ലയോ, സജ്ജനങ്ങളില്ലയോ, സാലിഹീങ്ങളില്ലയോ, സാലിഹാത്തുകളില്ലയോ, അവരോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്, എന്നെ നീ ചേർക്കണേ അല്ലാഹ്. ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ദുആ. ഇതാണ് ദുആ. ഇതായിരിക്കണം നമ്മുടെ ദുആ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ നമ്മളെ പഠിപ്പിച്ചു. ഇതൊക്കെ 5 നേരം ബഹുമാന്യരായ മൂസ ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ നമസ്കാര ശേഷം ദുആ ഇറക്കുമ്പോൾ നമ്മുടെ മക്കൾ ആമീൻ പിടിക്കുന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ ഒട്ടമിട്ടുകൊണ്ടിരിക്കുക. എന്താണ് നമ്മുടെ ഇത് തന്നെ എല്ലാവരുടെയും ദുആ. സഭയില്ലാതുകൊണ്ടാണ് എല്ലാവരുടെയും ദുആ ഇത് തന്നെ. പരിശുദ്ധമായ കഅബ എടുക്കാൻ വേണ്ടി അല്ലാഹു കരാറു ആരോട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്. വവാദിനാ മൂസാ وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും മകൻ ഇസ്മായിലിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ പണിയാൻ പറഞ്ഞു. ആ കഅബ പണിതതിനു ശേഷം പിന്നീട് 12ഓളം ആൾക്കാർ പരിശുദ്ധമായ കഅബ പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. ങ്ങളുടെ മൂത്താപ്പ അബ്ദുൽ മുത്തലിബ് അടക്കം ജർഹൂം ഗോത്രക്കാർ, അമാലിക ഗോത്രക്കാർ തുടങ്ങിയതാകുന്ന മഹത്തുക്കൾ അവസാനം പണിതത് ഫഹദ് ബിൻ അബ്ദുൽ മലിക്കാണ് 84-ൽ. അതുവരെ പരിശുദ്ധമായ കഅബ പണിതിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ അവരാരും ഇബ്രാഹിം നബിയുടെ ഫൗണ്ടേഷൻ തൊടേണ്ടി വന്നിട്ടില്ല. അവിടെ എത്തിയപ്പോ അവരാരും അതിപ്പിടിത്തൊട്ടില്ല. കാരണം എന്താ? അത് അത്രമേൽ ഉറപ്പുള്ളതാണ്. അത് ഭയങ്കര ഉറപ്പിലെടുത്തിരിക്കുക. അതൊരൊന്നൊന്നര എടുക്കലാണ്. നമ്മൾ പറയല്ലോ, ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എവിടുന്ന് കല്ലെവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് പണിക്കാർക്ക് വേണ്ടി പാറക്കല്ലുകൾ വീട് കെട്ടാൻ വേണ്ടി അവരുടെ ഓരത്തിട്ട് കൊടുക്കും അല്ലേ? അതെടുത്ത് കെട്ടുന്നതിന് വേണ്ടി അവർ കാണിക്കുന്നതാകുന്ന സാഹസികമാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എത്രയാണ് നീ ചിന്തിച്ചു നോക്ക്. അത് പൊട്ടിച്ച് അത് കൃത്യമായിട്ട് എടുത്ത് അതിന്റെ ഓരോ സ്ക്വയർ ഫീറ്റിന് വേണ്ടി അവർ കണക്ക് പറഞ്ഞ് അവർ കൃത്യമായി പണം വാങ്ങണം. അള്ളാഹു നമ്മുടെ ജോലിക്കാർക്കൊക്കെ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, നമുക്കും അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഇന്നിപ്പോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പക്ഷെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൊട്ടടുക്കൽ പരിശുദ്ധ കഅബ പണിയാൻ വേണ്ടി കല്ലുകൊണ്ട് കൊടുത്തില്ല. ചരിത്രത്തിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടി മിനയുടെ താഴ്വാരത്തെ നിന്നാണ് കല്ലുകളെ ചുമന്നുകൊണ്ട് വന്നത്. സുഹൂറുൻ കൽ ജിമാൽ, സുഹൂറുൻ കൽ ജിമാൽ, ഭീമാകാരനമാകുന്ന ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ടുവന്നു സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെയാണ് കഅബയുടെ ഫൗണ്ടേഷൻ പണിതിരിക്കുന്നത്. ചുമ്മാ വെറുതെ പണിത ഒരു കഅബയല്ല. മനസ്സിലാകുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ കഅബയിൽ തവാഫ് ചെയ്യും. ആ പരിശുദ്ധ കഅബ നമ്മൾ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഓർക്കണം, ഇതൊക്കെ ത്യാഗം ചെയ്തുണ്ടാക്കിയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് കഅബ പണിതത് എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടി? അതിനു മുമ്പ് ആദം നബി അലൈഹി സ്വലാം പണിതില്ലേ? അതിനു മുമ്പ് ശീസ് നബി അലൈഹി സ്വലാം പണിതിട്ടില്ലേ? അതിനു മുമ്പ് അല്ലാഹുവിന്റെ മലായികത്തുകൾ അതിന് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലേ? പക്ഷേ ആ ഫൗണ്ടേഷൻ ഒന്നുമല്ല ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പണിയലാണ്. കാരണം അതൊരു ഒന്നൊന്നര പണിയലായിരുന്നു. അതൊരു പണിയ തന്നെയാണ്. ശേഷം പണിത 12ഓളം ആളുകൾ ചരിത്രത്തിൽ കാണാം, അവർ ആ ഫൗണ്ടേഷൻ തൊട്ടിട്ടില്ല. അത്രമേൽ ഉറപ്പിൽ പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു ഉടമ്പടി കൊടുത്തിട്ട് ആ കരാർ പരിപൂർണമായി പൂർത്തീകരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ പറഞ്ഞിട്ടാണ് കഅബ പണിതത്, ശരി തന്നെ. ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കഅബയുടെ ചാരത്തിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബ പരിപൂർണമായി പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം പണി പൂർത്തീകരിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇത് പറഞ്ഞിട്ട് അവർ ദുആ ഇറക്കുകയാണ്, അല്ലാഹുവേ അല്ലാഹ്, ഈ കഅബ പണിതതിന് മിനയുടെ താഴ്വാരത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ തോളിൽ ഈ പരിശുദ്ധമാകുന്ന കഅബ ഞങ്ങൾ പണിതതിന് നീ ഞങ്ങൾക്ക് കൂലി നൽകണ്ട റബ്ബേ, കൂലി നൽകണ്ട അല്ലാഹ്. ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതിനാ ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗബ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മാത്രമല്ല റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക, എന്നെയും എന്റെ മകനെയും നിനക്ക് വഴിപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ. ومن ذريتنا أمة
നിനക്ക് വഴിപ്പെട്ട സമുദായമായി എന്റെ മക്കളെയും സന്താന പരമ്പരയും നീ ഉൾപ്പെടുത്തണേ എന്തൊരു ദുആണ് ചിന്തിച്ചു. ഇതൊക്കെ ഖുർആൻ പറയാൻ സൂറത്തുൽ ബഖറ അല്ലാഹു ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ആയത്തൊക്കെ നമ്മൾ ഓതുമ്പോൾ പൊട്ടിക്കരയണം സഹോദരങ്ങളെ. എന്താണ് ഈ പറയുന്നത്? അല്ലാഹു കരാർ ചെയ്ത കരാർ ഉടമ്പടി പൂർത്തീകരിച്ചിട്ട് ഇതാ പറഞ്ഞ് മാറിപ്പോവല്ല, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, ഇതിൽ വന്ന പാകപ്പിഴകൾ പൊറുക്കണേ അല്ലാ, എനിക്ക് തൗബ നീ സ്വീകരിക്കണേ അല്ലാ. മാത്രമല്ല എന്നെയും എന്റെ മകനെയും എന്റെ മക്കളെയും എന്റെ സന്താന പരമ്പരകളെയും മുഴുവനും ഈമാനിൽ അടിയുറച്ചു നിർത്തണേ അല്ലാ. ഒരൊറ്റ ദുആ, ഈമാനിൽ അടിയുറച്ചു നിർത്തണേ അല്ലാ. ഇതന്നെ നമ്മൾ 5 നേരം നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. വിഷയം വേറെ പോകും, അതൊക്കെ ഒരുപാട് ആയത്തും ഹദീസും വേറെ ഓതാനുണ്ട്. 5 നേരം നിസ്കാരത്തിൽ നമ്മൾ 17 പ്രാവശ്യമാണ് ഒരു മുഅ്മിൻ ഒരു ദിവസം ചോദിക്കുന്നത്. ഏത്? ഫർള് നമസ്കാരത്തിൽ തന്നെ ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, നീ വഴിപിഴപ്പിക്കാത്ത ആളുകളില്ലയോ, നീ അനുഗ്രഹിച്ച ആളുകളില്ലയോ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ മാർഗം സൽപാന്താവ് തെളിയിക്കണേ അല്ലാ, നീ കാണിച്ചു തരണേ അല്ലാ. ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന ഇതായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല, ഇത് തന്നെ നമ്മൾ ഖുനൂത്ത്. അപ്പൊ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി 5 നേരം നമസ്കാരത്തിലൂടെ നീ പ്രാർത്ഥിക്കുന്നത് ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്. നേരായ മാർഗത്തിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാ, എന്റെ ഈമാൻ നീ അടിയുറച്ചു നിർത്തണേ അല്ലാ, എന്റെ ആഖിബത്തിൽ നന്നാക്കണേ അല്ലാ. രാവിലെ സുബഹിക്ക് വന്ന് ഖുനൂത്ത് ഓതുമ്പോഴും 2ാം റക്അത്തിൽ ഇത്ദാലിലേക്ക് വന്നിട്ടും ദുആയിരക്കും തന്നെ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, നീ വഴി കൊടുത്തതാകുന്ന സന്മാർഗികളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്കും നീ ഹിദായത്തിന്റെ മാർഗം തെളിച്ചു തരണേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊരു വേറെ വിഷയമാണ് ഹിദായത്ത്. അതൊരു വിഷയം നിങ്ങൾ ഇട്ടോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെ പറ്റി പറയാം. അല്ലെങ്കിൽ അതിങ്ങനെ സംഭവിച്ച് വേറെ ആയത്ത് വെച്ച് നമ്മുടെ വിഷയത്തിലേക്ക് ഇട്ടേം വരും. എന്തായാലും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയും, അത് നമുക്ക് ഉറപ്പായി അല്ലേ? ഇനി ആ മരിക്കുന്ന അന്ത്യസമയത്തുള്ളതാകുന്ന ചില വിലാപങ്ങൾ, മനുഷ്യന് ചില വിലാപങ്ങളാണ് പറയുന്നത്. സമയം കഴിഞ്ഞില്ലേ? 11 മണി വരെ പോകുന്ന അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലേ? 11 മണി വരെ പറയാനുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. എല്ലാവരും ബക്കറ്റ് ഒക്കെ കൊടുത്ത് റാഹത്തായ നിലയിലേക്ക് എല്ലാവരും നല്ല ഒന്ന് എഴുന്നേറ്റൊന്നിരുന്നാലും ബിസ്മില്ലാ, ഒരു റീഫ്രഷ് ആവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കുക. അല്ലാഹു അല്ലാഹു അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കുക. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ പാരത്രിക ലോകത്ത് അവന്റെ ദർബാറുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കുമാറാവട്ടെ. ലൈവിലൂടെ ഒരുപാട് സഹോദര സഹോദരിമാർ വാഴ കേൾക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പ്രവാസികളാകുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാന്ത പ്രദേശത്തുള്ള ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സും അവർക്കും അവരുടെ ഭാര്യ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മഹല്ലിനെ അല്ലാഹു അഭിവൃദ്ധിയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കുക, നല്ലതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നു, ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയാൻ വേണ്ടി പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ നമ്മളിലേക്ക് പറഞ്ഞേക്കുമത്രേ. എത്ര മലക്കുകൾ വരും? 5 മലക്കുകൾ. قال رسول الله صلى الله عليه وسلم إذا كان ابن آدم في سياق الموت بعث الله إليه 5 من الملائكة. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന വ്യക്തിയുടെ ചാരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ എത്ര മലക്ക് വരും? 5 മലക്ക് വരും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. മവ്വലിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരനെടുക്കൽ, മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരിയെടുക്കലേക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല
وقرابتك وما أوحشك منهم اليوم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് നമ്മുടെ പറയാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന സഹോദര സഹോദരിയുടെ അടുക്കലേക്ക് 5 മലക്കുകൾ വന്നിട്ട് അതിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ കാതിൽ വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, ഐന ബദനുകൽ ഖവീ, എവിടെ പോയടാ നിന്റെ ആരോഗ്യം, എവിടെ പോയടാ നിന്റെ ആരോഗ്യം, വമാ അദാഫഹുല്ലോ, ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്? ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവനല്ലയോ, കല്ല് കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, ലഹരി നുണഞ്ഞവനല്ലയോ, ഫുട്ബോൾ കളിച്ചവനല്ലയോ, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ട് നിന്റെ രാത്രിയുടെ യാമങ്ങളെ തള്ളി ല്ലയോ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും വെസ്റ്റ് ഇൻഡീസിന്റെയും ന്യൂസിലാൻഡിന്റെയും കളികൾ കണ്ടുകൊണ്ട് സമയങ്ങളെ രാത്രിയുടെ യാമങ്ങൾ തള്ളി നീക്കിയവനല്ലയോ, കളി തമാശകൾ ഏർപ്പെട്ടുകൊണ്ട് നടന്നവനല്ലയോ, സിസ്പായ്ക്കിന്റെ യുവാവല്ലയോ, ചെറുപ്പക്കാരനല്ലയോ, രാവിലെ സുബഹിയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറച്ചതാകുന്ന ഉമ്മമാരല്ലയോ, ചെറുപ്പക്കാരികളല്ലയോ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റി, നിന്റെ കൈകാലുകൾ എന്തുകൊണ്ടാണ് ചലിപ്പിക്കാൻ കഴിയാത്തത്? ദുനിയാവിൽ നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, നല്ല ഭക്ഷണം കഴിച്ചിരുന്നവരല്ലയോ, നല്ല കുടിനീര് കുടിച്ചിരുന്നവരല്ലയോ, എല്ലാ ദിവസവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഊട്ടിയിരുന്നവരല്ലയോ, നല്ല ജീവിതം നയിച്ചവനല്ലയോ, സമ്പത്തിന്റെ ഉത്തമമാകുന്ന സോപാനത്തിൽ വിരാജിച്ചിരുന്നവനല്ലയോ, അല്ലയോ, ഒരുപാട് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച മനുഷ്യ, പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച പെണ്ണേ, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ? നിന്റെ ശരീരത്തെ എന്ത് ബലഹീനപ്പെടുത്തി? നല്ല നാടൻ മുട്ട, നാടൻ പാല്, എല്ലാം നാടൻ, എല്ലാ സാധനങ്ങളും നാടൻ വാങ്ങി വെച്ച് നല്ല റാഹത്തായ നിലയിൽ കഴിച്ചിരുന്നവർ, ആരോഗ്യം ഭയങ്കര കാര്യശീലത്തിൽ ഭയങ്കര കെയർഫുൾ ആയിരുന്നു, നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നവരാണ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഡോക്ടർമാർ, കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഡോക്ടർ, പുരുഷന്മാർക്ക് വാപ്പയ്ക്ക് വേണ്ടി ഒരു ഡോക്ടർ, ഉമ്മയ്ക്ക് വേറെ ഡോക്ടർ, സഹോദരിക്ക് വേറെ ഡോക്ടർ, ഓരോ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്ത ഓരോ ഡോക്ടർ, ചെക്കപ്പ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ചെയ്തിരുന്നവരാ. പക്ഷെ മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അടുക്കൽ വന്നിട്ട് 5 മലക്കുകൾ വന്നിൽ ഒന്നാമത്തെ മലക്ക് ചോദിക്കും, നിനക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റിയാണ് നിനക്ക്, എന്ത് പറ്റി നിനക്ക്? മറുപടി പറയണം സയ്യിദുനാ റസൂലുള്ളാഹി. എന്തു കൊടുക്കും മറുപടി, എന്തു കൊടുക്കും? ആ ഒരു ചിന്തയാണ് ഈ സദസ്സിലൂടെ നൽകി വിടുന്നത്. അതിനുള്ള മറുപടി നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഒരുപാട് കാലം ജീവിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുണ്ടത്തോട് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു വാത്. അവിടെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പാറക്കടവ് അൻസർ കൊല്ലാടൻ എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിലേക്ക് ഞാൻ ഭക്ഷണം കഴിച്ചവിടെ താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ളതാകുന്ന ഒരു പ്രവാസിയാകുന്ന സഹോദരൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കാണ്, ജമാൽ എന്നാണ് സഹോദരന്റെ പേര്, ഒന്ന് കാണാം, 95 വയസ്സുണ്ട്, ഉസ്താദിനെ അറിയാൻ കാണുമ്പോൾ പരിചയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, 4 കൊല്ലം മുമ്പ് അതേ നാട്ടിൽ ഉമ്മത്തൂര് പള്ളിയിൽ അദ്ദേഹം വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അന്ന് ഞാൻ അവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഇത്രയും പ്രായമുള്ള ആളുകൾ പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി കടന്നു വരുന്നുണ്ടല്ലോ, വടി കുത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അദ്ദേഹം സുഖമില്ലാതെ കടപ്പിലായി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഇന്ന ആളാണെന്ന് പറഞ്ഞു ചെറിയൊരു ഓർമ്മ പ്രശ്നമുണ്ട്. പക്ഷെ ഓർമ്മ വന്നപ്പോ വല്ലാത്ത സന്തോഷത്തോടു കൂടി ചാടി എഴുന്നിട്ട് അദ്ദേഹം സഹോദരനോട് മകനോട് പറഞ്ഞു, മോനെ ഒരു പൈസ എന്തെങ്കിലും കൊണ്ടുപോവാ. പൈസ അദ്ദേഹം നൽകി. ആ പൈസ എനിക്ക് സ്വതക്ക നൽകുകയാണ്, പണം, ചെറിയൊരു തുക അദ്ദേഹം എനിക്ക് സ്വതക്ക നൽകി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ആ ശീലമാണ്. 95 വയസ്സെത്തിയിട്ടും അദ്ദേഹത്തിന്റെ അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത് കഴിഞ്ഞു. അദ്ദേഹം പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. നമസ്കാരത്തിന് സമയമല്ല, രാത്രി സമയം. ഞാൻ ചോദിച്ചെന്താ ഇശാ നമസ്കരിച്ചിട്ടില്ല? അല്ല ഉസ്താദ്, എപ്പോഴും നമസ്കാരമാണ്. ആ ഒരു ചിന്ത തന്നെയായി അദ്ദേഹത്തിന്റെ ജീവിതം മാറും. അദ്ദേഹത്തിനും കുടുംബത്തിനും ആ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്ത് വലിയ തൗഫീഖാണ്. ഓർത്തു നോക്കിയേ, ഓർമ്മ പോയ സമയത്തും അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. നമുക്ക് ഓർമ്മ പോകുമ്പോഴോ നമ്മൾ തുണിയൊക്കെ മാറ്റിയിട്ട് റാഹത്തായി കടന്നു.
നമ്മുടെ ആ രീതിക്കായിരുന്നു ജീവിതം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ 24 മണിക്കൂർ തന്നെ തലകുനിച്ചിരിക്കുക. ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്തെങ്കിലും ഒന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങും, വാട്സാപ്പിലോട്ട് കയറും, വാട്സാപ്പിൽ നിന്ന് ഇറങ്ങും, ഫേസ്ബുക്കിലോട്ട് കയറും. ഇത് തന്നെ പരിപാടി. അങ്ങോട്ടിറങ്ങി 2 കമന്റ് ഇടുക, ഇങ്ങോട്ടിറങ്ങി 3 ട്രോൾ ഇടുക. ഇത് തന്നെ നമ്മളെ പരിപാടി. ഇല്ല, എനിക്കും ഉണ്ടായിരുന്നല്ലോ ട്രോൾ. ഈ വാതിൽ തന്നെ എത്ര ട്രോളായിരുന്നു. കണ്ടില്ലേ? കണ്ടിട്ടില്ലേ? കൊള്ളാം. ആരും കാണാത്തവർ, നിങ്ങൾ മാത്രം കണ്ടില്ല, ലോകം മുഴുവൻ കണ്ടിട്ടില്ലേ? അതിനകത്ത് തന്നെ തെറ്റുണ്ട്. പേരെഴുതിയ തന്നെ തെറ്റുണ്ട്. ചിലര് പേരാണ് തെറ്റ് എന്ന് കരുതിയിട്ട് അതിൽ തോണ്ടി പിടിച്ചവരുണ്ട്. പേരല്ല, കുമ്മനം നിസാമുദ്ദീൻ അൽ ബാക്കവി എന്ന് എഴുതിയത് സംഘാടകരാണ്. അവർക്ക് തെറ്റുപറ്റിയാണ്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 കൊല്ലം മുമ്പ് അപ്പുറത്തെ പള്ളി പരിപാടിക്ക് വന്നപ്പോൾ ആ നോട്ടീസ് എടുത്തങ്ങ് എഴുതിയത് അല്ലേ? അന്ന് അവിടെ സത്യത്തിൽ അങ്ങനെ വന്നതാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, പക്ഷെ വിട്ടുപോയതാണ് സംഘാടകർ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിസാമുദ്ദീൻ ബാക്കവി ബിരുദം എനിക്കില്ല. എനിക്ക് അസീരിയും കാശ്മീരും ഉള്ളു, 2 ബിരുദവും. അപ്പൊ ചിലര് പറഞ്ഞു, ആ മൂല്യാര് കണ്ടോ, അപ്പൊ ഓരോ ബിരുദം അങ്ങനെ ചുമ്മാ അങ്ങോട്ട് എഴുതി വിടുകയാണ് ബാക്കവി. നമ്മൾ എഴുതി വിട്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം എന്ന് എഴുതും. എന്റെ നാട് തിരുവനന്തപുരം അല്ലല്ലോ, കോട്ടയത്താണ് കുമ്മനം എന്നുള്ള സ്ഥലം. ഞാൻ എഴുതിയല്ല. അത് 2 സംഘാടകരുടെ വക സ്പെഷ്യൽ തന്നതാണ്, പുതിയ ഡെഡിക്കേറ്റഡ്. നമ്മൾ എഴുതിയതല്ല. അപ്പൊ ചിലർ അതാണെന്ന് മനസ്സിലാക്കി റൗണ്ടിലിട്ടപ്പോ ചിലർ എഴുതിയതാണ് സാമുദ്ദീൻ ബാക്കവി എന്ന് എഴുതിയതാണ് സംഭവം. അതാണ് തെറ്റെന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ബാക്കവി എന്ന് മൂപ്പരെ എഴുതി ചേർത്തു, നമ്മളെഴുതി ചേർത്തതല്ല. മനസ്സിലായി? ചിലര് വന്ന വിളിക്കാതെ വന്നെത്തുന്ന അതിഥി. അപ്പൊ നമ്മുടെ ഉമ്മനായിട്ട് ഒക്കും. അപ്പൊ അല്ലെ മൂപ്പർക്ക് പറയാൻ പറ്റിയ വിഷയം. ചിലർ അങ്ങനെ ഈ ട്രോള് സെൻഡ് ചെയ്യാനോ നമ്മുടെ മുസ്ലിം മക്കള് തന്നെ. വെറുതെ പറയാം, എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഗ്രൂപ്പ്, ഏത് സെക്ഷൻ, പല ഗ്രൂപ്പുകളിൽപ്പെട്ട പല ആളുകളും അത് സെൻഡ് ചെയ്ത ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ്, ആരൊക്കെയാണ് അത് സെൻഡ് ചെയ്തത് ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നാളെ ഹിസാബാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് പൊരുത്തപ്പെട്ടു, നമ്മൾ വലിയ വിഷയം. കാരണം നമ്മളുമായിട്ടത് വിഷയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റാഹത്ത്. ഇപ്പൊ കണ്ടില്ലേ സദസ്സിൽ ഇന്നിപ്പോ ഇതുവരെയുള്ള അതാണ് വളരെ റാഹത്ത്. ഞാനിപ്പോ നിങ്ങൾ ട്രോൾ ചെയ്യപ്പോ അൽഹംദുലില്ലാ നല്ല ആള്, 10,000-കണക്കിന് ആള് പങ്കെടുത്തു. സഹോദരൻ 1000-കണക്കിന് സഹോദരിമാരും ഉണ്ട്, സഹോദരങ്ങളും. ഇതാണ് ട്രോളുമ്പോൾ ഉള്ള ഗുണം. മനസ്സിലായില്ല? ലൈവിലൂടെ ട്രോളന്മാര് കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അല്ലാഹു കബൂലാക്കും. വിളിക്കാതെ വന്നെത്തുന്ന അതിഥി എന്നുള്ള വിഷയം വെച്ചിട്ട് പിന്നെ അതിനോട് വലിയ ട്രോള് ഓരോരുത്തരും. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്ക് നമ്മൾ എത്തും. നമ്മൾ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ്. ഈ ഒരു ജീവിതം നമ്മുടെ മനസ്സിൽ വരണം. നമ്മുടെ സമയങ്ങൾ ആലിമീങ്ങൾ ഉൾപ്പെടെ, സഹോദരങ്ങൾ ഉൾപ്പെടെ, ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരും അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികവും ഈ ഫേസ്ബുക്കും വാട്സാപ്പുമാണ്. അത് നല്ല രീതിയിൽ ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല രീതിയിൽ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ചെലവഴിക്കണം. ദീനിന്റെ കാര്യങ്ങൾ, എത്രയോ മസലകൾ പഠിക്കാനുണ്ട്, എത്രയോ ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, എത്രയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആളുകളെ തേജോവധം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക, ഇതിങ്ങനെ നമ്മളിങ്ങനെ നടക്കാൻ. ഇന്ന് ട്രോളുകളുടെ യുഗമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇത് വലിയ വലിയ ആലിമീങ്ങൾ വരെ, ചെറിയ മുത്താലിമീങ്ങളെ വരെല്ല, വലിയ വലിയ ആലിമീങ്ങളെയും സച്ചരിതരാകുന്ന ഉലമാക്കളെയും വരെ ഇത്തരത്തിലുള്ള ട്രോള് കൊണ്ട് അമ്മാനമാടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ചിന്തിച്ച് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ നാളെ ഹിസാബില്ലേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമ്പോ, ആ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ സഹോദര, ചെറുപ്പക്കാരാ, യുവാവേ, യുവതികളെ ചിന്തിക്കണേ. നാളെ നമ്മളെത്തുമ്പോ ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകിയ നാവിൻ്റെതാകുന്ന ചലനശക്തിയെ, സംസാര വൈഭവത്തെ അല്ലാഹു എടുത്തു കളയുമത്രേ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. മനുഷ്യ, മാനവ, ഇന്ന് നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനാവശ്യ സംസാരങ്ങൾ എഴുതി പിടിപ്പിച്ചതും നാവ് കൊണ്ട് പറഞ്ഞതുമല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് വിളിച്ചു പറയുന്നത് നിന്റെ കൈകളാണ്.
ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ഈ ദുനിയാവിൽ നിനക്ക് പടച്ചറപ്പ് സംസാരിക്കാനുള്ള വൈഭവം നാവിന് നൽകിയെങ്കിൽ ആ നാവിന്റെ ചലനശേഷിയെ അല്ലാഹു എടുത്തു കളയുകയാണ്. നാവിന്റെ സംസാര വൈഭവത്തെ എടുത്തു കളയുകയാണ്. കൈക്ക് അല്ലാഹു സംസാരിക്കാനുള്ള ശേഷി നൽകുകയാണ്. കൈ സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അല്ലാഹു സൂറത്ത് യാസീനിലൂടെ പറയുകയാണ്, എന്നോട് അവർ സംസാരിക്കുന്നത് കൈകളാണ്, കൈകളാണ്. അന്നവർ വിളിച്ചു പറയും, അല്ലാഹ് ഞാനിന്റെ മനുഷ്യനെ കുറിച്ച് ഞാൻ അപവാദങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട് അല്ലാ, അനാവശ്യമാകുന്ന കമന്റുകൾ എന്റെ കൈകൊണ്ട് വിട്ടിട്ടുണ്ട് അല്ലാ. ഈ വിരലുകൾ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ വന്നുകൊണ്ട് സാക്ഷി പത്രമാക്കുകയാണ്, സാക്ഷികളാവുകയാണ്. ഉലമാക്കളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, സാധാരണക്കാരെ കുറിച്ച്, ആലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച്, പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അപവാദങ്ങൾ എഴുതിവിടുന്നവരെ, പ്രചരിപ്പിക്കുന്നവരെ, തോളടിക്കുന്നവരെ, അതിനുവേണ്ടി സമയങ്ങളെ ചെലവഴിക്കുന്നവരെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കൈകൾ സംസാരിക്കുമത്രേ. അവരുടെ കാലുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് അവർ സാക്ഷി നിൽക്കുകയാണ്. കാലുകൾ പറയും, ഇവന്റെ ഇടത് കൈയിനെ എതാര് ഇന്ന കാര്യം എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ഇന്ന ഉസ്താദിനെ, ഇന്ന ആലിമിനെ, ഇന്ന സാധാരണക്കാരെ, ഇന്ന പണ്ഡിതന്മാരെ, ഇന്ന മനുഷ്യരെ കുറിച്ച് അപവാദങ്ങൾ എഴുതാൻ വേണ്ടി, ഇന്ന സ്ത്രീകളെ കുറിച്ച് അവൾ വ്യഭിചാരിയാണെന്ന് എഴുതാൻ വേണ്ടി, ഇന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിന് അനുയോജ്യനല്ല എന്ന് കമന്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഇവന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹ് അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് കാലുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ നാളെ നടക്കാൻ പോവാണ്, ഇതൊക്കെ നാളെ നടക്കാൻ പോവാണ്. ചുരുക്കത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ, അതൊക്കെ റബ്ബിലേക്ക് തിരിക്കണം, റബ്ബിലേക്ക് തിരിക്കണം. നമ്മുടെ ഈ വാട്സാപ്പും ഫേസ്ബുക്ക് ദീനിലേക്ക് തിരിക്കും, മസലകൾ ചർച്ച ചെയ്യാം. ഇപ്പൊ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷെ അതിലെന്താ ഉള്ളത്? ഇന്ന് കഴിച്ച മീൻകറി, അതിന്റെ ഗുണം, അതിന്റെ കൂട്ടാൻ ഇത് എന്താ ചർച്ച? അതല്ല വേണ്ടത്. നമുക്ക് മസലകൾ ചർച്ച ചെയ്യട്ടെ. എങ്ങനെയാണ് ദീനിയായ കാര്യങ്ങൾ? ഒരു മൂത്രം, ഒരു കുട്ടിയുടെ മൂത്രം ഒരു വീട്ടിൽ വീണാൽ ആ മൂത്രം എങ്ങനെ, ജലസ് എങ്ങനെ തുടച്ചെടുക്കാം, അതിന് മസല നമ്മൾ പഠിക്കും, സഹോദരിമാർ പഠിക്കും. കുട്ടികളില്ലാത്ത വീടാതാ ഉണ്ട്. എത്ര മസലകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ ആരാണ് ശ്രദ്ധിക്കുന്നത്? മലമൂത്ര വിസർജനയുടെ മര്യാദകൾ നമുക്കൊക്കെ അറിയാമെന്ന് പറയുമെങ്കിലും മിക്ക സഹോദരങ്ങളും, ചെറുപ്പക്കാരും, യുവാക്കളും, യുവതികളും അടക്കം തലമറയ്ക്കുന്നില്ല. അവരുടെ വസ്ത്രവിധാനം ശരിയല്ല. എത്രയോ മസലകൾ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള ഒരു രീതി നമ്മുടെ ദീനിയായ നൂതനമാകുന്ന ഈ ഐതിഹ്യത്തെ മാറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായാലും ഹിസാബുണ്ട്. എവിടെ വെച്ച് ഹിസാബ് തുടങ്ങാണ്? ചോദ്യം തുടങ്ങുന്നത് എവിടെ വെച്ചാ? നീ മരിക്കാൻ കിടക്കുമ്പോ 5 മലക്കുകൾ വന്ന് അതിൽ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിൽ ചോദിക്കും, അന്ന് നിന്റെ റൂഹ് എവിടെയാണ്? നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴാ ചോദ്യം വരുന്നത്, തൊണ്ടക്കുഴി റൂഹിൽ നിൽക്കുക. കണങ്കാലിൽ നിന്ന് ആത്മാവിനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് എത്തി. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ കളിച്ച് രസിച്ച് ജീവിച്ചതാകുന്ന മനുഷ്യൻ അവസാനം ഈ ലോകത്ത് എന്ന് വിട പറയുമ്പോ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ അവൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹ് മൻ അറാ
ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ദുനിയാവിൽ എനിക്കൊരു പനി വരുമ്പോ, ദുനിയാവിൽ എനിക്കൊരു ജലദോഷം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് മാറാവ്യാധികൾ വരുമ്പോ ബഹുമാനപ്പെട്ട മൂസ ഉസ്താദിന്റെ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉസൈദ് തങ്ങളുടെ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ അടുക്കലേക്ക് വെള്ളം മന്ത്രി ചൂടുകാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന മക്കളെ കുടിപ്പിക്കാറുണ്ടായിരുന്നു. ഇതാ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ്യത്തിൽ നിൽക്കുകയാണ്. മരണത്തിന്റെ വേദനയാണ്. കൈകാലുകൾ കോച്ചി പിടിക്കുകയാണ്. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറുകുകയാണ്. വല്ലാതെ വേദന കൊണ്ട് പൊളയുകയാണ്. കണങ്കാലിന്റെ മേലെടുത്ത് കാലിന്റെ കണങ്കാല് വെച്ചുകൊണ്ട് ഉരസുകയാണ്. വിളിച്ചു ചോദിക്കുകയാണ്, ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് ആരാണ് എന്നെ എന്ന് രക്ഷിക്കാനുള്ളത് എന്ന് ചോദിച്ചാലും മറുപടിയില്ല. നിന്നോട് ശരീരം അനക്കാൻ കഴിയുന്നില്ല. മരിക്കാൻ പോവാൻ അല്ലാഹു എത്ര അനുഗ്രഹങ്ങൾ നൽകി. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇന്നവലമാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിൻ നഈം. നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ചോദിക്കുമത്രേ, അലം നുസഹി ജിസ്മക വ നുറവീക മിനൽ മാഇൽ ബാരിദ്. നിനക്ക് ഞാൻ നല്ല ആരോഗ്യം നൽകിയില്ലേ? നിനക്ക് ഭക്ഷണം നൽകിയില്ലേ? നിന്റെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിച്ചില്ലേ? നിനക്ക് തണുത്ത ദാഹിച്ചിരുന്ന സന്ദർഭത്തിൽ തണുത്ത ജലം കൊണ്ട് നിന്റെ ദാഹത്തെ ഞാൻ ശമിപ്പിച്ചില്ലേ? എന്തുകൊണ്ട് നീ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞില്ല? നിനക്ക് നന്ദി പ്രകാശിപ്പിച്ചില്ല?